വൈൻ ഇടുന്നതെന്ന് അറിയണ്ടേ? അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മളെ വൈൻ ഇടാൻ പോകുന്നത് എന്നാ പറയുന്നത്, കുപ്പിയിലൊന്നുമല്ല. നമ്മുടെ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്ന പോലെ നല്ല ഭരണിയിലാണ് ഇടാൻ പോകുന്നത്. പക്ഷെ ഈ വൈൻ ഇടുക പറഞ്ഞാൽ അത് കുറച്ചൊരു ദിവസത്തെ പരിപാടിയാ. പക്ഷെ ഞാൻ ഇച്ചിരി താമസിച്ചാ പറഞ്ഞു തരുന്നത്. എന്നാലും വേണ്ടിയല്ല, 22 ദിവസമൊക്കെ കഴിഞ്ഞേച്ച് വേണം ഇതൊക്കെ എടുക്കാന്. പക്ഷെ എന്നാലും ഇൻസ്റ്റന്റ് വൈൻ ഇടാൻ നോക്കും. പക്ഷെ ഇത് നമ്മൾ ഇച്ചിരി എന്നാന്ന് പറയും, ഇങ്ങനെ ഇട്ട് വെക്കുന്ന വൈൻ ആണെങ്കിൽ ഇച്ചിരി ഫെർമെന്റ് ചെയ്യും. ഫെർമെന്റ് ചെയ്യുന്ന മാത്രമല്ല, നല്ലൊരു എന്നാ പറയുന്നത്, ആ ഒരു നമ്മൾ വൈനൊക്കെ കുടിക്കുമ്പോൾ ഒരു എന്നാ ഒരു ടേസ്റ്റ് വരികയില്ലേ, ആ സാധനം ഇതിനകത്ത് വരും. ഇപ്പൊ 1/2 കിലോ മുന്തിരിങ്ങായ ഞാനിപ്പം വൈനായിട്ട് ഇടാൻ പോകുന്നത്. ഇതിപ്പോ 1/2 കിലോ നല്ല കറുത്ത മുന്തിരിങ്ങ. അത് മധുരം ഉണ്ടോ എന്ന് നോക്കിയേച്ച് വേണം. ഇച്ചിരി പുളിയും ഇച്ചിരി മധുരവും നോക്കി അങ്ങനെ ഉള്ള മുന്തിരിങ്ങായ എടുക്കണ്ടേ. ഒരു 1/2 കിലോ മുന്തിരിങ്ങായ്ക്ക് ഒരു 750 ഗ്രാം പഞ്ചസാരയാ വേണ്ടിയത്. പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് ഒരു മുട്ടയുടെ വെള്ള. മുട്ടയുടെ വെള്ള എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പതപ്പിച്ചേച്ച് വേണം അത് ചേർക്കാന്. അത് 1/2 കിലോയ്ക്കാണെങ്കിൽ ഒരു മുട്ടയുടെ മുഴുവൻ വെള്ള തന്നെ വേണ്ട, അതിന്റെ ഒരു പകുതി മതി. ഇനിയിപ്പോ വേണ്ടി എന്നാ, നമുക്ക് കുറച്ച് ഈസ്റ്റാ വേണ്ടിയേ. അത് എന്നാന്ന് വെച്ചാൽ ഫെർമെന്റ് ചെയ്യാനാ നമ്മളിത് ഇടുന്നേ. അന്നേരം ഒരു ഇച്ചിരി. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഗോതമ്പ് ഒരു എന്നാ പറഞ്ഞ പിടിക്കണക്കാക്കി വെച്ചാൽ മതിയെ. ആ പിടിക്കണക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭരണിയിൽ ഇടുമ്പത്തേന് ലെയർ ആയിട്ടാ ഇടുന്നേ. അന്നേരം പിന്നെ ഒരു 100 ഗ്രാം ഒക്കെ മേടിച്ചു. പിന്നെ വേണ്ടിയത് വെച്ചാൽ തിളപ്പിച്ചാറിച്ച വെള്ളം തന്നെ വേണം. പച്ചവെള്ളം എടുത്ത് ഒഴിച്ചേക്കരുത്. ഇത്രയും മാത്രമേ ഉള്ളൂ പറയാൻ. ഇനിയിപ്പോ ഈ മുന്തിരിങ്ങ എടുത്തിട്ട് വലിയ മെനക്കേടൊന്നും ചെയ്യണ്ട. നമുക്ക് ഇതിനെ ഞെട്ടോടെ തന്നെ നമുക്ക് അതിനെ ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയേച്ച് വേണം ഭരണിയിലോട്ട് ഇടാൻ. ശരിക്കും ഉണ്ടല്ലോ, മുന്തിരിങ്ങയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഞെട്ടോട് കൂടിയൊക്കെ ആണെങ്കിൽ, പക്ഷെ ഇടയിലൊന്നും ഇരിക്കുന്നൊന്നും ചിലപ്പോൾ നമുക്ക് ഞെട്ടോടെ ഒന്നും എടുക്കാൻ ഒക്കുകയില്ലായിരിക്കും. അന്നേരം അതൊക്കെ ഇങ്ങോട്ട് പറിച്ചിട്ട് വെച്ചാൽ മതി. എന്ന് വെച്ചുണ്ടല്ലോ, ഒരു ടവലിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ഈ മുന്തിരിങ്ങ എന്നാ ചെയ്യണം, ഒട്ടും വെള്ളമില്ലാത്ത പോലെ അങ്ങ് ഡ്രൈ ചെയ്യണേ. എന്നിട്ട് അതേപോലെ തന്നെയാ ഭരണിയും ചെയ്യണ്ടേ. നല്ല കഴുകി തുടച്ചേച്ച് അതിന് ഒട്ടും വെള്ളം അതിന്റെ ഉള്ളിൽ പാടില്ല. എന്നാന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാല് നമ്മുടെ മുന്തിരിങ്ങ വൈനങ്ങ് പൂത്തുപോകും. അന്നേരം അതൊന്നും വേണ്ട. ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലെയർ നമ്മൾ മുന്തിരിങ്ങ ഭരണിയിടത്തോട് ഇടുക. എന്നിട്ട് ഇതിന്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാര. ഇനി എന്നാന്ന് വെച്ചാല് അടുത്ത ലെയർ മുന്തിരിങ്ങ ഇടണം. അതിന്റെ പുറത്തോട്ടാന്നേല് കുറച്ച് പഞ്ചസാര. പിന്നെ ഇതിന്റെ പുറത്താന്ന് ഒരു പിടി ഗോതമ്പ്. ഇനിയിപ്പോ എനിക്ക് ഏകദേശം ഈ കുഞ്ഞു ഭരണി ആയതുകൊണ്ട് ഏകദേശം മിഡിൽ ലെയറിലോളം ഞാൻ മുന്തിരിങ്ങ ഇട്ടതായി. ഇനി മിഡിലായിട്ട് കുറച്ച് ഈസ്റ്റ്. ഞാനതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ടാന്നു നമ്മുടെ മുട്ടയുടെ വെള്ളയില്ലേ, അതങ്ങോട്ട് അടിച്ചു വയ്ക്കും. മുഴുവൻ വേണ്ട, ഇതിന്റെ നേരെ പകുതി മതി. ഇനി ഇതിനകത്തോട്ടാന്നു നമ്മള് എന്നാ പറയുന്നത്, നമ്മുടെ തിളപ്പിച്ചാർച്ച വെള്ളം. ഇതെന്നെ എത്ര അളവെന്ന് പറഞ്ഞാല് നമ്മൾ ഇട്ടേക്കുന്നില്ലേ മുന്തിരിങ്ങ, ആ മുന്തിരിങ്ങയ്ക്കകത്തോട്ട് നികത്തി വെള്ളം ഒഴിക്കണം. ഇത്രേ ഉള്ളൂ. നികത്തി വെള്ളം ഒഴിച്ചേച്ച് 3 ദിവസം കൂടുന്തോറും നമുക്ക് 3ാമത്തെ ദിവസം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ല ഒരു തുണിയൊക്കെ വെച്ച് കെട്ടി. പിന്നെ ആരും ഇതിനകത്ത് അങ്ങോട്ട് തൊടരുത്. തിളപ്പിച്ചാർച്ച വെള്ളം തന്നെ വേണം. ചൂടുവെള്ളം ഒഴിക്കരുത്, തണുത്ത വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് 22ാമത്തെ ദിവസം എന്നാ ചെയ്യണമെന്നറിയാവോ, ഇതെടുത്തേച്ച് നല്ലതായിട്ടൊന്ന് അരിക്കണം. പക്ഷെ നമ്മുടെ മുന്തിരിങ്ങായുടെ തൊലിയും എല്ലാം ഉണ്ടല്ലോ. അന്നേരം ഈ മുന്തിരിങ്ങായുടെ നിറം മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. പിന്നെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പഞ്ചസാര കരിച്ചിനകത്ത് ഒഴിക്കണം. അതായത് ആ മുന്തിരിങ്ങ അരിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര എത്ര നമുക്ക് കളർ വേണ്ടെന്ന് വെച്ചാൽ അത് ഒഴിക്കുക. ഇനിയിപ്പോ എന്തായാലും കെട്ടി വെച്ചിട്ട് ഇപ്പൊ ഇട്ട വൈൻ ഞാൻ 22ാമത്തെ ദിവസമേ തുറക്കത്തുള്ളൂ. ഇപ്പൊ നേരത്തെ ഇട്ട് വെച്ച വൈൻ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതാ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ വൈൻ ഇടാനുള്ള കാര്യമെല്ലാം പറഞ്ഞു. 22ാമത്തെ ദിവസം ഇനി എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇട്ട് വെച്ചേക്കുന്ന ഈ വൈനില്ലേ, ഇതിങ്ങനെ വെച്ചാൽ ഒക്കെയല്ലോ. ഒരു തുണി വെച്ച് കെട്ടിയേച്ച് അതിന്റെ പുറത്തായ ഭരണിയുടെ അടപ്പൊക്കെ അടച്ചു വെക്കണ്ടേ. അതിന് ഇച്ചിരി ജോലിയുണ്ട്. ഞാനിതൊന്ന് സുരക്ഷിതമായിട്ട് കൊണ്ട് അടച്ചു വെച്ചേച്ച് വരാം.